എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിലെ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, രഞ്ജിത്ത് ഭായി ആണ്. അദ്ദേഹം പറഞ്ഞു നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു 11 സെൻറ്റിൽ ഒരു 2600ഓളം സ്ക്വയർ ഫീറ്റിൽ ഒരു വീടുണ്ട്. നല്ല നല്ല അടിപൊളി വീടാണ്. ആ വീട് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ്. വന്ന് കണ്ടു നോക്കാൻ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ വന്നപ്പം നമുക്ക് ഈ വീട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റിയിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നൊരു വീടാണ്. അപ്പം വന്ന് കയറുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അകത്ത് അതിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ഡ്രോയിങ് റൂമിലും ഒക്കെയാണ് വരുന്നത്. അതിനുശേഷം ഒരു ഹോളിൻ്റെ അവിടെ ഒരു സെപ്പറേഷൻ കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിൽ കിച്ചണും ലെഫ്റ്റ് സൈഡിൽ സ്റ്റെയറും 2 ബെഡ്റൂമുമാണ് കാണുന്നത്. നേരെ കാണുന്ന ഡൈനിങ് ഹോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വീടിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാണ്. ഒരു സ്ഥലം പോലും വേസ്റ്റ് ചെയ്യാതെ അനാവശ്യമായിട്ട് സ്ഥലങ്ങളൊന്നും വരാത്ത രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു നല്ലൊരു പ്രേ ഏരിയ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ തൊട്ട് സൈഡിലായിട്ട് വാഷ് ബേസിനും കാണാൻ പറ്റും. യൂസ് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എല്ലാം വളരെ നല്ലതാണ്. കിച്ചണാണെങ്കിലും നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടും ദെൻ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടിൽ ഡ്രോയിങ് റൂമിലേക്കുള്ള ഒരു വിസിബിലിറ്റി നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കബോർഡെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടാണ് ഇവർ ഈ വീട് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഇത് ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും വീട് വാങ്ങിക്കാനോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വീട് പരിചയപ്പെടുത്തുന്ന രഞ്ജിത്ത് ഭായിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള ഇതുപോലത്തെ ഹൗസ് പ്രോപ്പർട്ടീസ് എല്ലാം പുള്ളി നിങ്ങൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഇത് ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കാണുന്നത്. ബാത്റൂമിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ കബോർഡ് സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സ്പേസ് വരുന്നത്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ ഓൾറെഡി ഒരു കോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കോട്ടിൻ്റെ അടിയിലെ സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലൊരു കോട്ടും ഒരു സിറ്റിംഗ് ഏരിയയും ഒരു ഡ്രസ്സിങ് ഏരിയ പോലത്തെ ഒരു സ്ഥലവും പിന്നെ വാൾഡ്രോബ്സും ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ദെൻ ഇങ്ങനെ 2 അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു വീടിൻ്റെ താഴത്തെ നിലയിൽ വരുന്നത്. താഴത്തെ നിലയിൽ 2 അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഡൈനിങ്, ഡ്രോയിങ്, കിച്ചൺ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ കിച്ചൻ്റെ പുറത്തേക്കൊരു വർക്ക് ഏരിയയും ചെറിയൊരു വർക്ക് ഏരിയയും നമുക്ക് കാണാൻ പറ്റും. ഹോളിൽ സ്റ്റെയറിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ താഴെ കുറച്ചൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് അവിടെ കബോർഡ് വേണമെങ്കിൽ ചെയ്യാവുന്നതിൻ്റെ സ്പേസുണ്ട്. സ്റ്റെയർസ് ആണെങ്കിലും നമുക്ക് ഗ്ലാസ് വെച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ആ മേളിലായിട്ട് സൈഡിലെ വോളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഒരു പുറത്തേക്കൊരു ചെറിയൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ആ ഡോറ് വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വാഷ് ബേസിനും ചെറിയൊരു ഏരിയ, ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്തുമ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ദെൻ ചെറിയൊരു സെപ്പറേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് അതുപോലെ തന്നെ 2 ബെഡ്റൂം കാണാൻ പറ്റും. അപ്പം വീടിൻ്റെ ഉൾവശം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ കാർ പോർച്ചാണ് ഒരു വെറൈറ്റി. കാർ പോർച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, അത് ഷീറ്റ് വെച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറകിലായിട്ടാണ് കിണറുള്ളത്. കിണറും അതിൻ്റെ അത് വെള്ളമുള്ളൊരു സ്ഥലമാണ്. കാർ പോർച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു കോൺക്രീറ്റ് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് അവർ ഷീറ്റ് വെച്ച് മേഞ്ഞിരിക്കുന്നതാണ്.
ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നടന്നു നോക്കാം. ഇതാണ് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട് ഏരിയ. അത്യാവശ്യം സിറ്റ് ഔട്ട് നല്ല ഏരിയ ഉണ്ട്. വീതി കുറച്ച് കുറവാണെങ്കിലും നല്ല ഏരിയയിലുണ്ട്. ഇപ്പം ഫ്രണ്ടിൽ ഉള്ളൊരു വ്യൂ ഏകദേശം ഇതാണ് വരുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഫ്രണ്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും വല്ല കപ്പയോ കാച്ചിലോ ചേനയോ വല്ലതും നടാനുള്ള സ്ഥലമുണ്ട് ബാക്ക് സൈഡിൽ. അതുകൂടാതെ ഏതെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീടിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എഗെയിൻ ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ രഞ്ജിത്ത് ഭായിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ കൊടുത്തിട്ടുണ്ട്.